സോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രീ ഫയറിലെ തന്നെ കുറച്ച് ഗോസ്റ്റഡ് ആയിട്ടുള്ള ഐഡീസും കാര്യങ്ങളും, അതായത് ഗോസ്റ്റ് ഐഡീസ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ റെയറസ്റ്റ് ഐ ഡി എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഐഡിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ അടിച്ചേക്കുക. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ്. കൂടാതെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ഇടയ്ക്കായിട്ട് നമ്മൾ കുറച്ച് റെഡിയും കോഡിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് എന്തായാലും റെഡിയും കോഡ് കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ ഒത്തിരി സമയങ്ങളാണ്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഐ ഡിയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഐ ഡി നോക്കുവാണെങ്കിൽ, ഓക്കെ, നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ GM ഗട്ടു എന്ന് പറയുന്നത് ഈ ഐ ഡിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു മോഡറേറ്ററാണ്. ഫ്രീ ഫയറിൻ്റെ മോഡറേറ്റർ ബാഡ്ജൊക്കെ ഉണ്ട് പുള്ളിക്ക്. നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ മോഡറേറ്റർ അത്യാവശ്യം കുഴപ്പമില്ല. 1,67,000 ലൈക്കും പണ്ടത്തെ ലൈറ്റ് പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. നോക്കുകയാണെങ്കിൽ നമ്മുടെ അസാസിൻ ഇവൻറ്റ് വന്ന സമയത്ത് റാഗ്നറോക്ക് ഇവൻറ്റ് വന്ന സമയത്തുണ്ടായിരുന്ന ഫീമെയിൽ ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവും. ഇതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. BR കരിയർ നോക്കുവാണെങ്കിൽ 900 മാച്ചസ് ഈ പ്ലെയർ കളിച്ചിട്ടുള്ളൂ. എങ്ങനെ പോലും 900 മാച്ചസ്, അതിൽ കൂടുതൽ പുള്ളിക്കാരൻ കളിച്ചിട്ടേ ഇല്ല. അതുപോലെ നമ്മുടെ CS കരിയർ നോക്കുവാണെങ്കിൽ ഏകദേശം 600-700 മാച്ചിനടുത്ത്, എങ്ങനെ പോലും 1700 മാച്ചിന് മേൽ കളിച്ചിട്ടേ ഇല്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ ലെവൽ നോക്കുക ഗൈസ്, 68 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് പറഞ്ഞാലും ഒരു പ്ലെയേഴ്സിനും അത്ര ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ ഈ പ്ലെയറിൻ്റെ ലെവൽ നോക്കുമായിരുന്നു 100 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ലെവലും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഗോസ്റ്റ് ഐ ഡി എന്ന് പറയുന്നത്. പുള്ളിക്കാരനെ വിഷ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ വിഷ് ലിസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണെന്ന് ദൈവത്തിനറിയാം. ഹീറോയ്ക്കും സാധനങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു സീസണിൽ ഹീറോയ്ക്ക് BR അടിച്ചിട്ടുണ്ട്, CS 2 തവണ. ഇതൊന്നും അല്ല ഗൈസ് പ്രത്യേകത. ഈ പുള്ളിക്കാരൻ്റെ ഗിൽഡ് ലീഡറിൻ്റെ അക്കൗണ്ട് ഒരു ഗോസ്റ്റ് ഐ ഡിയും കാര്യങ്ങളൊക്കെയാണ്. നോക്കുവാണെങ്കിൽ ഇതാ സെക്കൻഡ് ലൈറ്റ് ഗോൾഡൻ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ അടിയിലോട്ട് പോകുമ്പോഴേ ഗൈസ് സെക്കൻഡ് ലൈറ്റ് പുള്ളിക്കാരൻ എടുത്തിട്ടില്ല. കണ്ട, സെക്കൻഡ് ലൈറ്റ് പുള്ളിക്കാരൻ എടുത്തിട്ടില്ല. പക്ഷേ പുള്ളിക്ക് സെക്കൻഡ് ലൈറ്റ് ഗോൾഡൻ ഉണ്ട്. അപ്പോൾ ഇതും ഒരു കിടിലൻ ഗോസ്റ്റ് ഐ ഡി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് പ്രത്യേകിച്ചൊന്നും നോക്കാനൊന്നുമില്ല ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കണ്ട് ഈ 2 അക്കൗണ്ടും അല്ല മെയിൻ, ഇതിനേക്കാൾ പടക്കൻ ഒരു ഗോസ്റ്റ് അക്കൗണ്ട് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഈ അക്കൗണ്ട് എന്ന് പറയണത് ഇനി ഫ്രീ ഫയർ കളിക്കാൻ പോകുന്ന ഒരാൾക്കും ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് ഒപ്പിക്കാൻ പറ്റില്ല. മോഡറേറ്റർ അല്ല ഈ പുള്ളി, എന്നിട്ട് ഇത്രയും കിടിലൻ അക്കൗണ്ട് ആക്കി. സോ നമ്മളെന്തായാലും പുള്ളിക്കാരൻ്റെ ID ഒന്ന് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ലെവൽ ഗൈസ്, ഒറ്റൊരു ലെവൽ ഈ പ്ലെയറിനുള്ളൂ. ലെവൽ കൂടിയിട്ടേ ഇല്ല. പുള്ളിക്കാരൻ ഇത് നോക്കുവാണെങ്കിൽ പ്രൈം ലെവൽ 7, 48,000 ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ബുയാപാസ് 22, അതായത് വെറുതെ ബുയാപാസ് എടുക്കുകയാണ്. ഫീമെയിൽ ബണ്ടിൽ മാത്രം ക്ലെയിം ചെയ്യും. എന്തായാലും പൊട്ടക്ക, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ടോപ്പ് ഇൻക്യുബേറ്റേഴ്സ് ആർട്ടിക് ബ്ലൂ ബണ്ടിൽ, നമ്മുടെ ഗോൾഡൻ ക്രിമിനലൊക്കെ എടുത്തിട്ടുണ്ട്. ഇവോ ബണ്ടിലൊക്കെ എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ കിടിലൻ പോലത്തെ പ്ലെയറാണ് ഗൈസ്. ഇവിടെയാണ് നിങ്ങൾ കണ്ടത്. റാങ്ക്ഡിൽ ടോട്ടൽ 6 മാച്ചസ് കളിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് ലെവൽ കൂടിയിട്ടില്ല. 6 മാച്ചസ് കളിച്ചിട്ടുണ്ട്, ലെവൽ കൂടിയിട്ടില്ല. ക്ലാസ് കോഡ് നോക്കുകയാണെങ്കിലും മാച്ചസ് കളിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് ആ ഒരു ലെവലിൽ നിന്ന് അനങ്ങിയിട്ടേ ഇല്ല. അതാണ് ഈ അക്കൗണ്ടിന് ഏറ്റവും റെയറാക്കണ കാര്യമെന്ന് പറയണത്. പുള്ളിക്കാരൻ്റെ ഗിൽഡ് കാര്യങ്ങളൊക്കെയാണ്. യൂട്യൂബറാണ് പുള്ളിക്കാരൻ, Blaze22 എന്നാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. പുള്ളിക്കാരൻ്റെ വിഷ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബണ്ണി ബണ്ടിലും കാര്യങ്ങളും വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ എന്തോ ഗണ്ണാണ് ഇമോട്ടാണോ എന്തോ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, കയ്യിൽ പിടിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കയ്യിൽ പിടിച്ച് നോക്കാം. ഓക്കെ, ഓക്കെ, ഈ ഗണ്ണിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും കിണ്ണം കാച്ചി അക്കൗണ്ടും കാര്യങ്ങളാണ്. ഇങ്ങനത്തെ അക്കൗണ്ടൊന്നും ഫ്രീ ഫയറിൽ ഇനി ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇനി ഗെയിം തുടങ്ങുന്നവരെല്ലാവരും ലെവൽ 2 ആയിരിക്കും. എന്തായാലും കിടിലം പോലത്തെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ലെവൽ 1 അക്കൗണ്ട്. മോഡറേറ്റേഴ്സിനേക്കാളും പവർഫുൾ അക്കൗണ്ടാണിത്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അക്കൗണ്ടാണ്. നമുക്കെന്തായാലും ഇതിനേക്കാളൊരു അടിപൊളി അക്കൗണ്ട് അടുത്തത് ഞാൻ കാണിച്ചു തരാം. നമുക്കെന്തായാലും നമ്മുടെ അടുത്ത അക്കൗണ്ട് നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ അടുത്ത അക്കൗണ്ടിൻ്റെ ഐഡിയും കാര്യങ്ങളും, അതായത് പ്രത്യേകിച്ച് ID ഒന്നുമില്ല, പേരടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഈ അക്കൗണ്ട് കിട്ടും. അത്യാവശ്യം റെയർ അക്കൗണ്ടും കാര്യങ്ങളാണ്. പക്ഷേ എന്ത് പറയാനാണ്, പുള്ളിക്കാരൻ കളി നിർത്തിപ്പോയി ഗൈസ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചിക്ക് ബേബി എന്ന് പറയുന്ന ഈ അക്കൗണ്ടും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും, നമ്മുടെ ഫസ്റ്റ് ലൈറ്റിൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെയാണ് ഈ പ്ലെയർ ഇട്ടിരിക്കുന്നത്. 54 ലൈക്കും 54 ലെവലും 485 ലൈക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഫസ്റ്റ് പണ്ട് നമ്മുടെ ഇതിൽ വന്ന ഒരു എന്നായിരുന്നു റാങ്ക്ഡ് സീസണിൻ്റെ
പാൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ ബാഡ്ജസ് നോക്കിയാൽ ഫസ്റ്റ് ലൈറ്റ്, സെക്കൻഡ് ലൈറ്റ്, തേർഡ് ലൈറ്റ്, സെവൻത്ത് ലൈറ്റ്, എയ്ത്ത് ലൈറ്റ്, നയൻത്ത് ലൈറ്റ് ഒക്കെ എടുത്ത പ്ലെയറാണ്. പക്ഷേ പുള്ളിക്കാരൻ കളി നിർത്തിപ്പോയതാണ്. അക്കൗണ്ട് ബാനാവാൻ ഒരു വഴിയുമില്ല. സോ അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം പുള്ളിക്കാരൻ ഗെയിം അടുത്തിട്ട് തന്നെ നിർത്തിപ്പോയതാണ്. എന്തായാലും കിടിലം പോലത്തെ ഒരു അക്കൗണ്ടാണ്. ഇപ്പം ഈ സമയത്തൊക്കെ ഈ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 40K 30K റേഞ്ചിൽ സുഖമായിട്ട് ഈ അക്കൗണ്ട് വിറ്റ് പോകും. കാരണം ഗോൾഡൻ ലൈറ്റ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഗോൾഡൻ ലൈറ്റ് പുള്ളിയുടെ കയ്യിൽ ഉണ്ടാവും. കാരണം ഈ ലൈറ്റ് പാസ് ഉള്ളവർക്ക് എന്തായാലും ഗെറ്റിന് ഗോൾഡൻ ലൈറ്റ് കൊടുക്കും മെയിൽ ബോക്സ് വഴി. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ എന്തായാലും ഉണ്ടായിരിക്കണം. BR കരിയർ നോക്കുകയാണ്, അത്യാവശ്യം നല്ലപോലെ തന്നെ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ്. പക്ഷേ എന്തോ കാരണം കൊണ്ട് പുള്ളിക്കാരെ പെട്ടെന്ന് കളി നിർത്തിയതാണ്. എന്തായാലും എനിക്കൊക്കെ ഈ അക്കൗണ്ട് ഉണ്ടായിരുന്ന ഞാനിപ്പോൾ വീഡിയോ എടുത്ത് പൊളിച്ചേനെ. പക്ഷേ എന്ത് പറയാനാ, പുള്ളിക്കാരനൊക്കെ അന്ന്, പക്ഷേ ആ സമയത്ത് കളിക്കുന്നവർക്ക് അറിയില്ലല്ലോ ഈ അക്കൗണ്ടൊക്കെ ഇത്രയും വില വരുമെന്നൊന്നും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ കളി നിർത്തി പോയത്. നമുക്കെന്തായാലും നമ്മുടെ വീഡിയോയുടെ അടുത്ത പ്ലെയറിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒത്തിരി പറഞ്ഞ് ഞാൻ വൈബല്ല ലാഗാക്കുന്നില്ല. സോ എന്തായാലും നമ്മൾ അടുത്ത പ്ലെയറിൻ്റെ ഐഡിയും കാര്യങ്ങളും കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇതൊരു ലെവൽ 1 അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. സോ അങ്ങനെ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പേര് വരുന്നത് GW സായിദ് എന്നാണ്. റൈ ബ്രദേഴ്സ് എന്നാണ് ഗിൽഡിൻ്റെ പേര്. ശരിക്കുള്ള റൈ ബ്രദേഴ്സ് ഒന്നും അല്ല, അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. നോക്കുകയാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ കുറച്ച് എന്തോ തേങ്ങയൊക്കെ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. പണ്ടത്തെ എന്ന് പറയാൻ പറ്റില്ല, ഓൾഡ് അക്കൗണ്ടൊന്നും അല്ല, അത്രയ്ക്ക് ഓൾഡല്ല. 21,000 ലൈക്കും 1 ലെവലും കാര്യങ്ങളൊക്കെയാണ്. മാച്ചസ് ഒന്നും അധികം കളിച്ചിട്ടില്ല, ആകെ 2 മാച്ചസ് കോളിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ. മറ്റേ പ്ലെയറിനെ നോക്കിയപ്പോൾ അത്യാവശ്യം മാച്ച് കളിച്ചിട്ടും പക്ഷേ പുള്ളിക്ക് ലെവൽ കൂടിയിട്ടില്ലായിരുന്നു. ഈ പ്ലെയറിൻ്റെ വിഷ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ സബീർ ബായിയുടെ ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് വിഷ് ലിസ്റ്റിൽ വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അക്കൗണ്ടിൽ കാര്യങ്ങളായിട്ട് നോക്കാനൊന്നുമില്ല. ടോപ്പ് ഒക്കെ ചെയ്യുന്ന അക്കൗണ്ടാണെന്ന് തോന്നുന്നു, കാരണം നാട്ടു ഇമോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും വേറെ കാര്യമായിട്ട് ഈ അക്കൗണ്ടിലൊന്നും നോക്കാനില്ലാത്തത് കൊണ്ടും പിന്നെ ഈ പ്ലെയറിൻ്റെ ഗിൽഡ് ഫേക്കാണ് കാരണം നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അതുകൊണ്ട് നമുക്കെന്തായാലും നമ്മുടെ അടുത്ത പ്ലെയറിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ നോക്കാം. സോ അടുത്ത പ്ലെയറിൻ്റെ ഐഡിയും കാര്യങ്ങളും കാണിക്കുന്നതിന് മുമ്പായിട്ട് ഇതാ നിങ്ങളുടെ റെഡിയും കോഡ്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട ഏതെങ്കിലും ഒരാൾക്ക് ഈ റെഡിയും കോഡ് കിട്ടട്ടെ. 160 റെഡിയും കോഡും കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് വീക്കിലിയും കാര്യങ്ങളൊക്കെ മേടിക്കാം. സോ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത പ്ലെയറിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ നോക്കാം. ഞാനെന്തായാലും പുള്ളിക്കാരിയെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പെണ്ണായിരുന്നു പണ്ട് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഐഡിയ എല്ലാവർക്കും അടിക്കുമ്പോൾ തന്നെ ഐഡിയ മനസ്സിലായി കാണും. നമ്മുടെ ഗരീനയുടെ ഒരു മോഡറേറ്ററിൻ്റെയും കാര്യങ്ങളുടെ ഐഡിയ ഒക്കെയാണ്. GM റമീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പേര്. ഇപ്പോൾ എന്തായാലും പേരൊക്കെ മാറ്റി GM മഹാസീൻ എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് GM റമിയാണ്. പണ്ടത്തെ പ്ലെയേഴ്സിനൊക്കെ അറിയായിരിക്കും GM റമീനെ. നമ്മുടെ ഒരു ഫ്രീ ഫയർ മോഡറേറ്റർ, യൂട്യൂബറും കാര്യങ്ങളൊക്കെയാണ്. ഫേസ്ബുക്കിലൊക്കെ പണ്ട് ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എന്തായാലും ഇപ്പോഴധികം ആക്റ്റീവായിട്ട് കളിക്കുന്ന പ്ലെയറാണോ എന്ന് ചോദിച്ചാൽ അത്ര ആക്റ്റീവായിട്ട് കളിക്കുന്ന പ്ലെയറൊന്നുമല്ല. പുള്ളിക്കാരുടെ ഗിൽഡും കാര്യങ്ങളൊക്കെയാണ് MG ഇന്ത്യ, VBadgeഉള്ള ഗിൽഡും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ BR കരിയറൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ കളിച്ചുകൊണ്ടിരുന്നിട്ട് പ്ലെയറും കാര്യങ്ങളൊക്കെയാണ്. CS പൊതുവെ ഈ പ്ലെയർ കളിക്കുന്നത് ഭയങ്കര കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്, കാരണം അധികം മാച്ചസ് ഒന്നും കളിച്ചിട്ടില്ല. അതുപോലെ പുള്ളിക്കാരിയുടെ ഗാലറിയിൽ നമ്മുടെ ഹീറോയ്ക്ക് എംബ്ലം നോക്കുവാണെങ്കിൽ BRൽ കുറേ എംബ്ലവും CS ആകെ കുറച്ച് എംബ്ലവും മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം പുള്ളിക്കാരി CS കാര്യങ്ങളൊന്നും അധികം കളിക്കാറില്ലെന്ന് തന്നെയാണ്. പുള്ളിക്കാരുടെ വിഷ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എല്ലാ യുവഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരുടെ അക്കൗണ്ടിൽ. എന്തുകൊണ്ട് നല്ല പടക്കൻ അക്കൗണ്ടാണ്. വിഷ് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ഏതൊരു സല്യൂട്ട് അടിക്കുന്ന ഇമോട്ടും. ഞാൻ ഈ ബാനർ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ബാനറും പോട്ടെ, അവതാർ കൊള്ളാം, നമുക്കും വിഷ് ലിസ്റ്റ് ഇട്ട് വെച്ചേക്കാം. സോ നൈസ് അവതാരം കാര്യങ്ങളൊക്കെയാണ്. മോഡറേറ്ററായിട്ടും ഇതൊക്കെ ഇല്ലാത്ത എന്താണെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. സാധാരണ മോഡറേറ്ററുടെ കയ്യിലൊക്കെ ഇതൊക്കെ ഉണ്ടാവാനോ വഴിയാണ്, അതായത് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ആ പ്ലെയറിൻ്റെ ഐഡി കളഞ്ഞ് നമുക്ക് അടുത്തൊരു അക്കൗണ്ട് നോക്കാം. ഈ അക്കൗണ്ട് ഇച്ചിരി നമുക്ക് പറയുവാണെങ്കിൽ ഇച്ചിരി റെയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ അക്കൗണ്ടിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യൻ സെർവറിൽ ആദ്യമായിട്ട് 100 ലെവൽ അടിച്ച പ്ലെയറാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ ഐസ് കോൾഡ് FF തന്നെയാണ്. ഫ്രീ ഫയർ ഇന്ത്യയിലെ ഫസ്റ്റ് 100 ലെവൽ അടിച്ച പ്ലെയറാണ്. പുള്ളിക്കാരൻ്റെ ബണ്ടിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സോംബി സാമുറായും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടോപ്പിംഗ് ബെറ്റേഴ്സ് ആയിട്ടുള്ള M10s ഫുൾ എടുത്തിട്ടുണ്ട്. 100 ലെവലിൻ്റെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ BR കരിയറിൽ നോക്കുവാണെങ്കിൽ സോളോ നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ മനസ്സിലാവും 77,000 മാച്ചസും കാര്യങ്ങളും കളിച്ചിട്ടുണ്ട്. കൂടുതലും സോളോയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പ്ലെയർ ഫോക്കസ് ചെയ്യുന്നത്. ടോട്ടൽ നമ്മൾ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 1,00,000
1,05,000 മേളിൽ മാച്ചസും കാര്യങ്ങളും കളിച്ചിട്ട് കിടിലം പോലത്തെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. 100 ലെവലെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്ര മാച്ചസ് കളിച്ചിട്ടുണ്ടെന്ന്. ക്ലാഷ് കോഡൊക്കെ ഭയങ്കര കുറവാണ് പുള്ളിക്കാരൻ കളിച്ച. പുള്ളിയുടെ വെപ്പൺസും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ നമുക്ക് ഓൾ സീസൺ നോക്കുവാണെങ്കിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ടോപ്പൊക്കെ കയറിയ പ്ലെയറാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പ്ലെയറിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും വേറെ നോക്കാം. അതിലെ ക്യൂൺ എന്ന് പറയുന്ന ഗിൽഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നമ്മുടെ ലാസ്റ്റ് പ്ലെയർ ആയിരുന്നു ഈ പ്ലെയർ. അതുപോലെ വീഡിയോ നിർത്തുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാനുണ്ട്. ഇത്രയും ദിവസമായിട്ട് ഞാൻ ഗീവ് അവേ എന്ന് പറയണത് മാത്രമേ ഉള്ളൂ. അക്കൗണ്ട് ഗീവ് അവേയുടെ കാര്യം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്ന ലൈക്കും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാണ്. ഈ വീഡിയോയ്ക്ക് ഒരു 300 ലൈക്കെങ്കിലും നമുക്ക് കിട്ടണം. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാടുപെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത്. സോ നമ്മൾ ഇനി ഇതുപോലത്തെ ഗീവ് അവേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുവാണ്. നമുക്ക് ഇനിയും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും ഞാനൊരു വീഡിയോ ഇടും. അപ്പോൾ എല്ലാവർക്കും ബൈ.